നിലമ്പൂരിലെ ജമാഅത്തെ ഇസ്ലാമി UDF സഹകരിക്കണം എന്ന ചിന്തയിലേക്ക് പോവുകയാണ്. ഭാവി രാഷ്ട്രീയത്തിലെ നിർണായക നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിച്ചതും ഇത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർന്നേക്കും എന്ന സൂചനയാണ് പ്രധാന വിഷയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയായ അതായത് ജമാഅത്തെ ഇസ്ലാമി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പിന്തുണയെ പരസ്യമായി സ്വാഗതം ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല എന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 11,077 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു. 77,737 വോട്ടുകൾ നേടിയ ഷൗക്കത്ത് തനിക്ക് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനയുടെ പിന്തുണ ലഭിച്ചതായി വിജയിച്ച ശേഷം സമ്മതിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണം തുടരണം എന്നാണ് അവരുടെ നിലപാട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ UDFുമായി ചർച്ചകൾ തുടരാൻ അവർ താൽപര്യപ്പെടുന്നുണ്ട്. LDF UDF വാദപ്രതിവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ചൊല്ലി LDFും UDFും തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് എന്നിവർ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്നും വർഗീയവാദികളുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്നുമായിരുന്നു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സ്വരാജ് ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു. UDFിന്റെ നിലപാട് ഇങ്ങനെയാണ്. VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചപ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. MK മുനീറും അതുപോലെ തന്നെ KM ഷാജി എന്നിവരടക്കമുള്ള ലീഗ് നേതാക്കളും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും രണ്ടാണെന്നും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലീഗ് സ്വീകരിച്ച പ്രത്യയശാസ്ത്ര നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നും വ്യക്തമാക്കി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരുപാട് മാറിയെന്നും അവർക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്നുമാണ് സതീശന്റെ നിലപാട്. മുൻപ് ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ നൽകിയിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല എന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. സ്വരാജിന്റെ തോൽവിയും ട്രോളുകൾക്കും മറുപടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായുള്ള M സ്വരാജിന്റെ വരവ് ഇടതു മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇടതു മുന്നണികൾ ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം സ്വരാജിന് തോൽവിയാണ് സംഭവിച്ചത്. ആര്യടൻ ഷൗക്കത്തിന് 77,737 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ M സ്വരാജ് 66,660 വോട്ടുകൾ നേടിയിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 19,760 വോട്ടുകളും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 8,648 വോട്ടുകളും നേടി. സ്വരാജിന്റെ തോൽവി UDFകാരും സംഘപരിവാറും ഒരുപോലെ ആഘോഷമാക്കി. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുത്ത സ്വരാജ് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ BJP നേതാക്കളെ നിശബ്ദരാക്കി വൈറലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP അണികൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തോൽവി ഉണ്ടായിട്ടും സ്വരാജിന്റെ തോൽവി വലിയ സന്തോഷമായിരുന്നു. KP ശശികല, ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയ സംഘപരിവാർ അനുകൂലികൾ സ്വരാജിനെതിരെ ഫേസ്ബുക്കിൽ വലിയ തോതിൽ ട്രോളുകളും പരിഹാസങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തോൽവി എനിക്കിഷ്ടപ്പെട്ടുവെന്നും രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യമുള്ള ഒരു ജാട കാണിക്കുന്ന നേതാവാണ് അദ്ദേഹം എന്നും തോൽവി തന്നെ വേണം അദ്ദേഹത്തിന് എന്നാണ് KP ശശികല ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. ശ്രീജിത്ത് പണിക്കരുടെ പേജിൽ സ്വരാജിന്റെ തോൽവിയെ പരിഹസിച്ച് ഇന്നലെ മാത്രം 32 പോസ്റ്റുകളാണ് വന്നത്. വർഗീയവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം? തന്റെ തോൽവി ആഘോഷിക്കുന്ന സംഘപരിവാർക്കും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും എന്നാണ് മറുപടിയായി M സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളിൽ ചിലത് ഏറെ ആഹ്ലാദിക്കുന്ന ആയിരുന്നു. LDFന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാറാണ്. വർഗീയ വിഷ വിതരണക്കാരി മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട്. RSSന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാർ ആഘോഷം തകർക്കുകയാണ്. ഇക്കാര്യത്തിൽ സംഘപരിവാറിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘപരിവാർ നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് LDFന്റെ പരാജയം അവർ ആഘോഷമാക്കുകയാണ്.
LDFന്റെ പരാജയം UDFന്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്നാണ് സംഘപരിവാറും ഇസ്ലാമിക് സംഘപരിവാറും ഒരുമിച്ച് തെളിയിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം എന്നാണ് പറയുന്നത്. ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറിനും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് അതിനേക്കാൾ വലിയൊരു ആഹ്ലാദവും അഭിമാനവും വേറെയില്ല. സ്വരാജിന്റെ ഈ ഒരു പ്രതികരണം നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയങ്ങളും വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടിനെതിരെയുള്ള ശക്തമായ നിലപാടും വ്യക്തമാക്കുന്നതാണ്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുന്നതുമാണ്.